റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ദൈവമേ എന്നെ ഓർക്കണമേ. ഓർക്കണമേ എന്ന ഒരു കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ആവർത്തികൾ പറയുന്ന ഒരു കാര്യമാണ് എന്നെ ഓർക്കണമേ എന്ന്. അപ്പോൾ നമ്മൾ ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ എന്നെ ഓർക്കണമേ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പം പറയാറുണ്ട്, എന്നെ ഓർക്കണമേ അപ്പാ എന്ന്. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ തന്നെ നിങ്ങളെ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. കുഞ്ഞുങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 38 അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഇത് ശ്രേഷ്ഠ പ്രവാചകനായ യെശയ്യാവിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാട് ഹിസ്കിയാവിനുണ്ടായതാണിത്. ഞാൻ നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. പ്രിയരെ, ഇതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ആരാണ് ഹിസ്കിയാവ് എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യഹൂദയുടെ 13ാമത്തെ രാജാവാണ് ഹിസ്കിയാവ് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. യഹൂദയുടെ 13ാമത്തെ രാജാവാണ്. എന്നാൽ തൻ്റെ വാഴ്ചയുടെ 14-ാം വർഷം തനിക്ക് ഏകദേശം 39 വയസ്സായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക ഒരു രോഗം പിടിപെട്ടു. എന്താണ്? ഒരു രോഗം, മരിക്കത്തക്ക ഒരു രോഗം പിടിപെട്ടു. സാധാരണ രോഗമല്ല, മരിക്കത്തക്ക രോഗം പിടിപെട്ടു. ഇവിടെ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തത് നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. അപ്പോൾ തന്നെ ദൈവം പറയുന്നത് നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, ഇല്ലെങ്കിൽ നീ മരിച്ചു പോകും, സൗഖ്യം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഹിസ്കിയാവ് ഈ സമയത്ത് മുഖം ചുവരിനോട് ചേർത്ത് വെച്ച് ഹിസ്കിയാവ് പൊട്ടിക്കരഞ്ഞു എന്ന് നമ്മുടെ വായിക്കുന്നു. കുഞ്ഞുങ്ങളെ, അത് മാത്രമല്ല, താൻ ദൈവത്തോട് നിലവിളിച്ച ഒരു കാര്യമുണ്ട്: ദൈവമേ എന്നെ ഓർക്കണമേ. ഈ ഹിസ്കിയാവ് പറയുക, ദൈവമേ എന്നെ ഓർക്കണമേ. കുഞ്ഞുങ്ങളെ, എന്തായിരിക്കും ഹിസ്കിയാവ് അങ്ങനെ ദൈവത്തോട് പറയുവാനുള്ളത്? ഇത്രയും വലിയൊരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഹിസ്കിയാവ് ദൈവത്തോട് പറയുക, എന്നെ ഓർക്കണമേ എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഹിസ്കിയാവ് എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് അല്പം കൂടെ ഇറങ്ങി നമുക്ക് ചിന്തിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: തൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസം, അതായത് 1-ാം ആണ്ടിൽ 1-ാം തീയതി, തൻ്റെ പിതാവിൻ്റെ കാലം മുതൽ അടച്ചിട്ടിരുന്ന ദേവാലയം തുറന്ന് അറ്റകുറ്റപ്പണികൾ താൻ തീർക്കുകയും ആലയം ശുദ്ധീകരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. എന്നിട്ടോ ഏതാണ്ട് 16 ദിവസം കൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് ആരാധന ആരംഭിക്കുകയും ചെയ്തു. പ്രിയ കുഞ്ഞുങ്ങളെ, മാത്രമല്ല, മുടങ്ങിക്കിടന്ന ആരാധനയെ ഹിസ്കിയാവ് പുനരാരംഭിച്ചു എന്നതാണ് താൻ പറയുന്നത്, ദൈവമേ എന്നെ ഓർക്കണമേ എന്ന്. എത്ര വലിയൊരു കാര്യത്തെയാണ് ഹിസ്കിയാവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹിസ്കിയാവ് ദൈവത്തോട് പറയുക, ഇത്രയും വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ ഹിസ്കിയാവ് പറയുക, എന്നെ ഒന്ന് ഓർക്കണമേ എന്ന്. യെശയ്യാ പ്രവചനം 38-ന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ട് നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. നോക്കണം കുഞ്ഞുങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഹിസ്കിയാവ് ദൈവത്തോട് പറഞ്ഞു, എന്നെ ഓർക്കണമേ എന്ന്. ദൈവം ഓർത്തു. അപ്പോൾ തന്നെ അടുത്ത സ്പോട്ടിൽ തന്നെ ദൈവം ഹിസ്കിയാവിന് മറുപടി നൽകിയാണ്: നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. എത്ര വലിയൊരു ബ്ലെസ്സിങ്സ് അല്ലേ! ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും എന്നാണ് പറഞ്ഞത്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ആത്മീക ഭൗതിക ജീവിതത്തിൽ ദൈവത്തിന് ഓർക്കുവാൻ തക്കവണ്ണം നാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നാം എന്തെങ്കിലും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, നാം എന്തെങ്കിലും ദൈവത്തിന് ഓർക്കുവാൻ തക്കവണ്ണം ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്ന് തോന്നിയാൽ നിശ്ചയമായി ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുക. ഇപ്പോൾ തന്നെ നമ്മളിത് ശോധന കഴിക്കാനുള്ള ഒരു സമയമാണിത്. ദൈവത്തിൻ്റെ ഹിതമാവണ്ണം, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നാം എന്തെങ്കിലും ഓർക്കുവാൻ തക്കവണ്ണം ചെയ്തിട്ടുണ്ടോ?
പലപ്പോഴും മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പരിശ്രമങ്ങൾ, അതായത് പരാജയപ്പെടുമ്പോൾ നിസ്സഹായരായി ദൈവമേ എന്നെ ഓർക്കണമേ എന്ന നിലവിളിക്കാറില്ലേ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ? പലപ്പോഴും നാം അങ്ങനെ നിലവിളിക്കാറില്ലേ? എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ദൈവത്തോട് നമ്മൾ പിന്നെ ദൈവത്തോട് മറുതലിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം മറുപടി കിട്ടുന്നില്ല, എനിക്ക് മാത്രം മറുപടിയില്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തോട് ചോദിക്കാറില്ലേ? കുഞ്ഞേ, ദൈവത്തെ മറന്ന് ജീവിച്ച, അവരുടെ പാപം നിറഞ്ഞ കഴിഞ്ഞകാല ജീവിതത്തെ ദൈവം ഓർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഓർക്കുന്നത് കൊണ്ടാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ പോകുന്നത്. അത് നാം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതം എപ്രകാരമായിരുന്നു? അതിലെന്തെങ്കിലും ദൈവത്തിന് ഓർക്കുവാനുണ്ടോ? പാപം, പൊല്ലാതെ പാപത്തിന് അടിമപ്പെട്ട് ജീവിച്ചു പോയില്ലേ? ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു മനസ്സിനെ ഒന്ന്, അതായത് നമ്മുടെ ഹൃദയത്തെ ചേഞ്ച് ആക്കണം. നാം ദൈവത്തോട് നമ്മുടെ പാപങ്ങൾ പറയണം. കർത്താവിനോട് പറയണം, കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു പോയി, അപ്പോൾ എന്നെ ഓർക്കുവാൻ തക്കവണ്ണം ഒന്നുമില്ല. എന്നാൽ പാപമില്ലാത്തൊരു ജീവിതം എനിക്ക് ആവശ്യമാണ്, പരിശുദ്ധമുള്ളൊരു ജീവിതം എനിക്ക് ആവശ്യമാണ്. കുഞ്ഞുങ്ങളെ, നമ്മുടെ അപ്പന് ഇഷ്ടമുള്ളവരായി നമുക്ക് ജീവിക്കാം. ഓരോരുത്തരും അങ്ങനെ ഒരു തീരുമാനമെടുക്കണം. പരമാർത്ഥതയോടെ ജീവിക്കുന്ന ഏവനും ദൈവമേ ഓർക്കണമേ എന്ന് നിലവിളിക്കുമ്പോൾ അടുത്ത സ്പോട്ടിൽ തന്നെ കർത്താവ് മറുപടിയുമായി വരും. കർത്താവ് ഇറങ്ങി വരും, നമ്മളോട് സംസാരിക്കും, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.